त्वमेव माता च पिता त्वमेव त्वमेव बन्धु च सखा त्वमेव त्वमेव वेद्या च द्रविणं त्वमेव त्वमेव सर्वं देवदेव त्वमेव माता च पिता त्वमेव त्वमेव बन्धु च सखा. നമസ്കാരം. ഒരുപാട് കൂട്ടുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലുള്ള വിഷ്വലൈസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതിന് ഓഡിയോ വിഷൻ എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൻ്റെ പെയ്ഡ് ആപ്ലിക്കേഷനാണ്, ഫ്രീ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള സോങ്സ് എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സോങ്ങാണോ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുമാത്രമല്ല നമുക്ക് വിഷ്വലൈസർ വെച്ചുള്ള നിങ്ങൾ അല്ലെങ്കിൽ NCS പോലുള്ള യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സോങ് സെലക്ട് ചെയ്തു. അതിനുശേഷം റീകമ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ എൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുമാത്രമല്ല ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വലൈസർ കിട്ടും. ഡബിൾ ടാപ്പ് ചെയ്താൽ അത് ഫുൾ സ്ക്രീൻ ആവും. ഫുൾ സ്ക്രീൻ ആക്കി വെക്കാനായിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഓരോ തരത്തിലുള്ള ഓരോ ഡിസൈൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മളിവിടെ ഹോൾ പ്രസ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ളൊരു സംഭവം ഓപ്പണായി വരും. അതിൽ നിന്ന് പിക്ക് ലോഗോ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വയ്ക്കാം. നിങ്ങൾ എല്ലാ പാട്ടും എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്, കോപ്പിറൈറ്റ് വരും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കളർ മാറ്റാനായിട്ട് പറ്റും, മെയിൻ കളർ മാറ്റാൻ പറ്റും, സെറ്റ് കളർ 1, സെറ്റ് കളർ 2, സെൻറ്റർ കളർ നടുക്കുള്ള കളർ മാറ്റാൻ പറ്റും. പിന്നെ ലോഗോയുടെ സൈസ് കൂട്ടാൻ പറ്റും. ഡാമ്പിങ് എന്ന് വെച്ചാൽ അതിങ്ങനെ പൊങ്ങുന്നത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി ആവുന്നില്ലേ ലോഗോ, അതിനാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഒരുപാട് തരത്തിലുള്ള വിഷ്വലൈസർ ഉണ്ട്, കണ്ടോ. ഇങ്ങനെയുള്ളതുണ്ട്, പിന്നെ ഇതുപോലുള്ളതുണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം മുകളിലായിട്ട് ഒരു 3 കുത്ത് കാണാൻ പറ്റും, 3 ഡോട്ട്. അതിൽ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അഡീഷണലായിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആസ് എ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് MP4 ആണോ 1080p ആണോ 720p ആണോ ഏത് റെസൊല്യൂഷനിൽ വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റെൻഡറിങ് സ്പീഡ് എന്ന് പറയുന്നത്. എൻ്റെ ഫോണിൽ ഏകദേശം ഒരു 10 മിനിറ്റിനകത്ത് എടുത്തു ഒരു പാട്ട്, ഒരു സോങ് റെൻഡർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാപ്പബിലിറ്റി അനുസരിച്ചായിരിക്കും ഇതിനകത്ത് റെൻഡറിങ് നടക്കുന്നത്. റെൻഡറിങ് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നോൺ കോപ്പിറൈറ്റഡ് മ്യൂസിക് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു മ്യൂസിക് ചാനലൊക്കെ തുടങ്ങാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മ്യൂസിക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് എനിക്കത് പറഞ്ഞു തരിക. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.